തദ്ദേശപ്പോരിന്റെ ചൂടിലാണ് കേരളം. തിരക്കേറിയ പ്രചാരണ പരിപാടികളിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. എക്കാലത്തെയും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ താരങ്ങൾ ബാനറുകളും പോസ്റ്ററുകളും തന്നെയാണ്. വഴിയോരങ്ങളിലും കവലകളിലുമെല്ലാമായി വിവിധ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഫ്ലക്സ് ബോർഡുകൾക്കും ബാനറുകൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നമുക്ക് കാണാം. ഇലക്ഷനായിട്ട് ഇപ്പം നല്ല വർക്കാണ്. എല്ലാ പാർട്ടികളും നല്ല രീതിക്കുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. സീസൺ ടൈമാണ്. നല്ല രീതിക്കുള്ള വർക്കുകളുണ്ട്. ഇപ്പോൾ ക്ലോത്ത് ആകുമ്പോൾ ഒന്നുകൂടെ പരിസ്ഥിതിക്ക് ഗുണം ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ക്ലോത്താണ് ഏറ്റവും നല്ലത്. ക്ലോത്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രകാരം ക്ലോത്തേണ് അനുവദിച്ചിട്ടുള്ളൂ. നമ്മൾ ക്ലോത്ത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. എക്സ്പെൻസീവ് ഫ്ലെക്സ് ആണ്. കൂടുതൽ നല്ലൊരു എമൗണ്ട് വരുന്നത് ഫ്ലെക്സ് ആണ്. നമുക്ക് ബഡ്ജറ്റ് ഒതുങ്ങിയത് ക്ലോത്ത് തന്നെയാണ്. പരിസ്ഥിതിക്ക് ഗുണം ചെയ്യുന്നത് ക്ലോത്ത് തന്നെയാണ്. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കണക്കാക്കുമ്പോൾ നമ്മളെല്ലാ പാർട്ടിക്കാരും ഒരേപോലെയാണ് കാണുന്നത്. നമ്മളങ്ങനെ വേർതിരിച്ച് കാണുന്നില്ല. നമ്മുടെ ഒരു ബിസിനസ് കൂടെ ആണല്ലോ. ഞങ്ങളിവിടെ ഡിസൈനിങ്ങിലൊരു 3 പേര്, പ്രിൻറ്റിങ്ങിൽ എല്ലാവരും കൂടെ 8 പേരുണ്ട്. ഹാപ്പിയാണ്. പണ്ടത്തെ അപേക്ഷിച്ച് ഡിസൈനിങ്ങളോട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ടൂളുകൾ വന്നിട്ടുണ്ട്. AI ടൂളുകൾ പോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുടെ മാറ്റം വരുമ്പോൾ ഡിസൈനുകളുടെ മാറ്റങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട്. പണ്ട് ചുമരെഴുത്തും കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫ്ലെക്സ് പോസ്റ്റർ, സോഷ്യൽ മീഡിയ എന്നതിലേക്ക് കടന്നിട്ടുണ്ട് ആളുകൾ. ചെറിയൊരു ശതമാനം കുറവ് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇലക്ഷൻ അതുപോലെ ഉത്സവങ്ങൾ, പൂരങ്ങൾ വരുമ്പോൾ ആളുകൾ ഫ്ലെക്സിനെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ ക്ലോത്തിനെ ആശ്രയിക്കുന്നുണ്ട്.